സർ, ഇറാൻ നടത്തുന്ന യുദ്ധം 5-ാം ദിവസത്തിലേക്കാണ്. പക്ഷേ ഇറാനെ വെള്ളപൂശിക്കൊണ്ടിരിക്കുന്ന തിരക്കിലാണ് പലരും. ഏറ്റവും ഒടുവിൽ ആരിഫ് സാറിന്റെ തന്നെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ഞാൻ കണ്ടത് സുനിത ദേവദാസിനെ പോലെയുള്ളവർ പങ്കുവച്ച പോസ്റ്റിന്റെ റീപോസ്റ്റ് ആണ്. അതിന് വ്യക്തമായി സാറിന്റെ ഒരു വിശദീകരണവും ആരിഫ് സാർ നൽകിയിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിൽ സുനിത ദേവദാസിനെ പോലെയൊക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ ഇൻഫ്ലുവൻസ് ഉള്ള ഒരുപാട് പേർ ഇത്തരത്തിൽ ഇറാനെ അല്ലെങ്കിൽ ഖമേനിയെ പോലെയുള്ളവരെ ധീര രക്തസാക്ഷി എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് എത്തുമ്പോൾ എന്ത് സന്ദേശമാണ് ഈ കൂട്ടർ നൽകുന്നത്? ഒറ്റ സന്ദേശമുള്ളൂ. ഇവരാണ് ഈ പറയുന്ന ജിഹാദികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഈ യൂസ്ഫുൾ ഇഡിയറ്റ്സ് എന്ന് നമ്മൾ പറയുന്ന വിഭാഗത്തിൽപ്പെട്ടുള്ള ആളുകൾ. സുനിത ദേവദാസ്, നമ്മുടെ ഇവിടുത്തെ സ്വരാജിനെ പോലെയുള്ള ആളുകൾ, പിന്നെ മറ്റു പല ആളുകളുണ്ട്. ഇവരൊക്കെ ഈ യൂസ്ഫുൾ ഇഡിയറ്റ്സ് എന്ന് നമ്മൾ വിളിക്കേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. ഇവർ ഉണ്ടാക്കുന്ന പ്രശ്നം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം അതിലൊരു ചെറിയൊരു അപവാദം വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നത് നമ്മളുടെ പിണറായി വിജയന്റെ കാര്യം തന്നെയാണ്. ഇന്നിപ്പോൾ ഇട്ട ഒരു പോസ്റ്റ് ഞാൻ കണ്ടു. അതിനകത്ത് സാമ്രാജ്യത്വ ശക്തികൾ അറബ് മേഖലയിൽ, അറബ് രാഷ്ട്രങ്ങളിൽ ഉണ്ടാക്കിയ യുദ്ധം അല്ലെങ്കിൽ പ്രശ്നം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ആ സാമ്രാജ്യത്വ ശക്തി ഇറാനാണ്, അമേരിക്കയോ ഇസ്രായേൽ അല്ല അറബ് രാഷ്ട്രങ്ങളിൽ ബോംബിട്ടത് എന്നുള്ളത് അവിടെ വരുമ്പോൾ അങ്ങനെയെങ്കിലും പറഞ്ഞല്ലോ, ഇൻഡിറക്ട്ലി ആണെങ്കിലും ഇറാനെ ഒരു സാമ്രാജ്യത്വ ശക്തി എന്ന് വിളിക്കാൻ കാണിച്ച മനസ്സിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണമെന്നാണ് ഞാൻ പറയാം. പിന്നെ ഈ അബദ്ധത്തിലാണ് ഇനിയിപ്പോൾ തിരുത്തുന്നൊന്നും അറിയില്ല. എന്തായാലും നിലവിൽ അതാണ് സ്ഥിതി. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇവിടെ ഇവർ പറയുന്നു, ഇപ്പോൾ സുനിതയാണെങ്കിൽ പറഞ്ഞു വെച്ച സംഗതി ഇതാണ്: ഞാനെല്ലാം ഇറാനിനെ എതിർക്കുന്നത് എന്തുകൊണ്ടാണ്, അത് മതം ഉള്ളതുകൊണ്ടാണെന്നാണ് സുനിത കണ്ടുപിടിച്ച കാര്യങ്ങൾ. അല്ലെങ്കിൽ ഇതുപോലുള്ള ആളുകൾ പറഞ്ഞു വെക്കുന്നത് നമുക്ക് എല്ലാത്തിനോടും ഒരു വിരോധം ഉണ്ടാകുന്നത് അതിനകത്ത് ഇസ്ലാം ഉള്ളതുകൊണ്ടാണെന്നാണ്. എന്നാൽ അവർക്ക് ഇതിനോട് യോജിക്കാനുള്ള കാരണം അവർ സാമ്രാജ്യത്വ വിരുദ്ധരായതുകൊണ്ടാണെന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. ഏറ്റവും വലിയ ഒരു മണ്ടത്തരം, അല്ലെങ്കിൽ അവർക്ക് ഈ വിഷയത്തെക്കുറിച്ച് ഒരു ധാരണയില്ല എന്ന് പറയാതെ പറയുന്ന ഒരു സാധനമാണ്. നമ്മൾ സാധാരണ പറയുന്നത് ടെൽ മീ ദാറ്റ് യു ആർ എൻ ഇന്ത്യൻ വിതൗട്ട് ടെല്ലിംഗ് ദാറ്റ് യു ആർ എൻ ഇന്ത്യൻ എന്ന് പറയുന്ന ഒരു തമാശ നമ്മൾ കണ്ടിട്ട്, ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അല്ലെങ്കിൽ പലതും നമ്മൾ അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ടെൽ മീ ദാറ്റ് യു ആർ എ കോഡർ വിതൗട്ട് ടെല്ലിംഗ് ദാറ്റ് യു ആർ എ കോഡർ എന്ന് പറയുന്ന പോലെ, ടെൽ മീ ദാറ്റ് യു ആർ എ മണ്ടൻ വിതൗട്ട് ടെല്ലിംഗ് ദാറ്റ് യു ആർ എ മണ്ടൻ എന്ന് പറയുന്നതിന് ഏറ്റവും മികച്ച എക്സാമ്പിളാണ് ഈ പറയുന്ന സാധനം. അതായത് ഞങ്ങൾ സാമ്രാജ്യത്വ വിരുദ്ധരാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ ഇറാനിനോടൊപ്പം നിൽക്കുന്നത് എന്ന് പറയുന്നത്. കാരണം ഇറാൻ എന്ന ആ രാജ്യം ഉണ്ടായത് എങ്ങനെയാണ്? ആ രാജ്യം ഉണ്ടായത് തന്നെ ഒരു സാമ്രാജ്യത്വത്തിലൂടെയാണ് എന്നുള്ളത് ഒരു വശം. അതായത് അവിടെ ഉണ്ടായിരുന്ന സൊറാസ്ട്രിയൻസ് ആയിട്ടുണ്ടായിരുന്ന ആളുകളുടെ ആധിപത്യം അവരുടെ ഒരു രാജ്യമായിരുന്നു, അല്ലെങ്കിൽ അവരുടെ മേഖലയായിരുന്നു ഈ പേർഷ്യ എന്നറിയപ്പെടുന്ന സ്ഥലം. അവിടെ നിന്നും അത് ഇസ്ലാമികവൽക്കരിക്കപ്പെട്ട് പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് ഇറാൻ എന്ന് പറയുന്ന രാജ്യമായിട്ട് മാറുന്നു. പിന്നീട് അവിടെ ഉണ്ടായിരുന്ന ഭരണകൂടത്തെ അട്ടിമറിച്ചുകൊണ്ട് 1979 ഇസ്ലാമിക അട്ടിമറിയിലൂടെ ഉണ്ടായ ആ ഭരണകൂടം, അതാണ് ഇന്ന് അവിടെ നമ്മൾ കാണുന്ന ഈ ഖമനയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടം. ഈ സാധനത്തെയാണ് സാമ്രാജ്യത്വ വിരുദ്ധതയുടെ പേരിൽ അനുകൂലിക്കുന്നതെന്ന് വരുമ്പോൾ അവർക്ക് ഈ സാധനമൊന്നും അറിയില്ല എന്നുള്ളതാണ് അവിടെ ഒന്നാമത്തെ കാര്യം. ഇനി ഞാൻ പറയുന്നതെല്ലാം മതം, അതുകൊണ്ടാണ് നമുക്ക് ഇതിൽ മതം മാത്രം കാണാൻ കഴിയുന്നതെന്നാണ് പറയുന്നത്. എനിക്ക് അവരോട് ഒറ്റ കാര്യം അതിൽ പറയാനുള്ളൂ: നിങ്ങൾ ഏറ്റവും മിനിമം ഈ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ മുഴുവൻ പേരൊന്ന് നിങ്ങൾ പറയാം. ഏറ്റവും മിനിമം അതേ ചെയ്യുള്ളൂ. വെറുതെ ഇറാൻ എന്നല്ലല്ലോ, ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ എന്ന് തന്നെയാണ് അതിന്റെ പേര്. അതിലെ ഈ ഇസ്ലാം എന്ന് പറയുന്നത് അത് മതമല്ലാതെ പിന്നെ വല്ല ദോശയുടെയും പുട്ടിന്റെയും പേരും എല്ലാം ആണെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അവിടെ ആ ഇസ്ലാം ഉള്ളത് കൊണ്ടും ആ ഇസ്ലാമിക് എന്ന് പറയുമ്പോൾ അവിടെ അവർ നടപ്പിലാക്കുന്ന ആ നിയമങ്ങൾ അതെല്ലാം ഇസ്ലാമികമായി മാറുകയും അതിന്റെ പേരിലുണ്ടാകുന്ന വലിയ ബുദ്ധിമുട്ടുകൾ അത് അവിടുത്തെ ജനത അനുഭവിക്കുകയും അത് റോഡിൽ ആളുകൾ പ്രക്ഷോഭം നടത്തുന്ന അവസ്ഥയിലേക്ക് വരികയും ഡെത്ത് ടു ദ ഡിക്റ്റേറ്റർ എന്ന് പറയുന്ന ആ ഒരു മുദ്രാവാക്യം ഉന്നയിച്ചുകൊണ്ട് അവർ നടത്തി വരുന്ന ആ പ്രക്ഷോഭങ്ങൾ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴെല്ലാം അമേരിക്കയൊക്കെ ഈ പിക്ചറിലേക്ക് വരുന്നത്. കഴിഞ്ഞ 40 വർഷത്തിലധികമായിട്ട് ആ ജനത നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രക്ഷോഭമാണ് ഈ പറയുന്ന സാധനം. ഇതിനോടുള്ള എതിരിടലാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പല പല വിഷയങ്ങൾ അതിൻ്റെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർ നേരിടുന്ന വിദ്യാഭ്യാസപരമായിട്ടുള്ള ഓപ്പറേഷൻ, അത് വിദ്യാഭ്യാസം നേടുന്നതിനെ ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ, ഇതൊക്കെ പേടിച്ചിട്ടാണ് അവിടെയുള്ള ആളുകൾ, പല ആളുകളും ഇറാനിയൻസ് ആയിട്ടുള്ള ആളുകൾ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട് യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ പോയി അവിടെ അഭയം പ്രാപിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുള്ളത്. ഇതാണ് അവിടുത്തെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഇതറിയാതെ അവിടെ ഇതിനെക്കുറിച്ചൊന്നും മനസ്സിലാക്കാൻ ശ്രമിക്കാതെ ഇത്തരത്തിൽ ഈ പറയുന്ന അവരുടെ ഒരു എന്താണ് ഈ അന്തം കമ്മി ലെവലിലുള്ള സാമ്രാജ്യത്വ വിരുദ്ധത എന്ന് പറയുന്ന ഒരു സാധനം, അത് മാത്രം വെച്ചുകൊണ്ട് ഇറാന് എന്ന് പറയുന്നത് ഒരു ഇരയായി അവർ
ഗണിക്കുകയും ഇസ്രായേലും അമേരിക്ക എന്ന് പറയുന്നത് വേട്ടക്കാരാണ് എന്ന് അവിടെ സ്ഥാപിച്ചു വെച്ചിട്ട് എന്നിട്ട് അതിൻ്റെ പുറത്ത് സാമ്രാജ്യത്വ വിരുദ്ധത എന്ന് പറയുന്ന ഒരു ലേബൽ ഒട്ടിച്ചിട്ട് പറയുന്നു എന്നുള്ളതാണ് ഇതിൽ കാണുന്നത്. ഇനി ഇത് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ, ഇത് അവർ കണ്ടെത്തി പറയുന്നു, ഇത് അവരുടെ ഒരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നു. അങ്ങനെ ഒരു സംഗതിയുടെ അടിസ്ഥാനത്തിൽ വേണമെങ്കിൽ നമുക്കത് ഓക്കെ, അത് അവരുടെ അഭിപ്രായമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് മാറ്റി നിർത്താവുന്നതേ ഉള്ളൂ. പക്ഷെ ആ ഒരു ആനുകൂല്യം അവർക്ക് കൊടുക്കുന്നില്ല ഞാൻ. എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കരുത് എന്നും കൂടിയാണ് ഞാൻ പറയുക. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഈ സ്റ്റേറ്റ്മെന്റ്സ്, ഈ സാമ്രാജ്യത്വ വിരുദ്ധതയാണ് ഞങ്ങളുടെ പ്രശ്നം എന്നൊക്കെ പറയുന്ന ഈ സ്റ്റേറ്റ്മെന്റ്സ്, ഇത് ആര് പറയുന്നതാണ് സത്യത്തിൽ? ഇത് ഇവർ കണ്ടെത്തിയതൊന്നുമല്ല, ഇത് ഇവരുടെ ചിന്തയിൽ വന്ന സാധനവുമല്ല. ഇത് കണ്ടെത്തിയതും ഇത് പറഞ്ഞതും ഇത് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതും ഇതൊരു നറേറ്റീവായി മുന്നിൽ വെച്ചുകൊണ്ട് ഇവർക്കെതിരെ വരുന്ന ഓരോ വാദത്തെയും ഇതേപോലെ എതിർക്കുന്നത് എവിടുന്നാണ് ഇത് തുടങ്ങുന്നത്? അത് മുസ്ലിം ബ്രദർഹുഡ് ചെയ്തു വെക്കുന്ന കാര്യമാണ്. മുസ്ലിം ബ്രദർഹുഡിന്റെ കൃത്യമായ ഒരു നറേറ്റീവ് ബിൽഡ് ഇതിന്റെ പിന്നിലുണ്ട്. അതിങ്ങനെ തന്നെയാണത്. ഇതേ സാധനം തന്നെയാണ് ഖമനയി പോലും പറഞ്ഞുകൊണ്ടിരുന്നത്. ഖമനയി എന്താ പറഞ്ഞത്? ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടു, 30,000-ത്തിലധികം ആളുകളെയാണ് ഒറ്റ ആഴ്ച കൊണ്ടൊക്കെ കൊന്നു തള്ളിയത്. എന്നിട്ട് അവരുടെ ശവശരീരം അവിടെ അടുക്കിപ്പെറുക്കി വെച്ചിട്ട് അത് വിട്ടുകിട്ടണമെന്നുണ്ടെങ്കിൽ മില്യൺ കണക്കിന് രൂപ തന്നാലാണ് ശവശരീരം വിട്ട് തരുള്ളൂ എന്ന് വരെ പറഞ്ഞുകൊണ്ട്, അതുകൊണ്ട് ശവശരീരം പോലും കിട്ടാത്ത അവസ്ഥയിലേക്ക് നിങ്ങളുടെ മക്കളെ ഇതേപോലെ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് വരണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രക്ഷോഭം നിർത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്തുന്നു. എന്തിനു വേണ്ടിയാണ് പ്രക്ഷോഭം നടത്തിയത്? പല കാര്യങ്ങൾക്ക് വേണ്ടി പ്രക്ഷോഭം നടത്തി. എന്തായാലും അവർക്ക് മറ്റേ ബസ് റൂട്ട് വിട്ടുകിട്ടാൻ വേണ്ടിയിട്ടല്ല അവിടുത്തെ പ്രക്ഷോഭം നടത്തിയിരുന്നത്. പ്രക്ഷോഭം ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഹ്യൂമൻ റൈറ്റ്സിന് വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഒരു മുദ്രാവാക്യം എന്ന് പറയുന്നത് ജൻ ജിന്ദഗി ആസാദി എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യമാണ്. അതായത് വുമൺ ലൈഫ് ഫ്രീഡം എന്ന് പറയുന്നത് അതായിരുന്നു അവരുടെ ഒരു പ്രധാനപ്പെട്ട മുദ്രാവാക്യം. അതുകൂടാതെ മറ്റു പലതും അവിടെ ഇറങ്ങിയിട്ടുണ്ട്. അതിൽ ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടതാണ് അവരുടെ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള വിഷയങ്ങൾ മുൻനിർത്തിയിട്ട് അവർ നടത്തിയിരുന്ന ചില മുദ്രാവാക്യങ്ങൾ. അതായത് അവർക്ക് ജീവിക്കാൻ കഴിയില്ല, അത്രമാത്രം ഇൻഫ്ലേഷനും അതുപോലെ മറ്റ് സാമ്പത്തിക രംഗത്ത് കുത്തഴിഞ്ഞ അവസ്ഥയുമുള്ള ഒരു രാജ്യമാണ്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് നടത്തുന്ന അവസ്ഥ, കച്ചവടക്കാർ കട പൂട്ടിയിടുന്ന അവസ്ഥ, കാരണം അവർക്ക് വിൽക്കാൻ സാധിക്കുന്നില്ല, സാധനങ്ങൾ വാങ്ങിക്കാൻ ആളുകൾക്ക് സാധിക്കുന്നില്ല, വിൽക്കാനും പറ്റുന്നില്ല. ഇങ്ങനെ ജീവിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് വരുമ്പോൾ ആ ചെറുകിട കച്ചവടക്കാരായിട്ടുള്ള ആളുകൾ പോലും മുന്നോട്ട് വന്നിട്ട് ഇവിടെ പ്രക്ഷോഭം നയിക്കുമ്പോൾ അവിടെ ഖമനയി പറഞ്ഞത് എന്താണ്? ഇതെല്ലാം അമേരിക്കയുടെ സൃഷ്ടിയാണ്, ഇതെല്ലാം സാമ്രാജ്യത്വ ശക്തികൾ ഉണ്ടാക്കി വിടുന്ന പ്രക്ഷോഭങ്ങളാണ്, ഇത് യഥാർത്ഥത്തിൽ ഇവിടുത്തെ നാട്ടുകാർക്ക് കുഴപ്പമൊന്നുമില്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതേ സാധനം തന്നെയല്ലേ ഈ സുനിത ദേവദാസ് പറയുന്നത്? ഇതേ സാധനം തന്നെയല്ലേ ഈ മുസ്ലിം ബ്രദർഹുഡ് പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കുന്നത്? അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇവർ ഇത്തരം ആളുകളുടെ വെറും ദാസിമാർ മാത്രമാണെന്ന് പറയുന്നത്. അതുകൊണ്ടാണ്. അത് പറയുമ്പോൾ അവർക്ക് വലിയ വിഷമാണ്, പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. സ്ലേവ്സ് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. ഇത്തരം ഐഡിയോളജിക്കൽ സ്ലേവ്സ് ആയിട്ട് നിങ്ങൾ മാറുന്നു. നിങ്ങൾക്ക് സ്വന്തം തലച്ചോറിനെ ഉപയോഗിച്ചുകൊണ്ട് ഇതിന്റെ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കാതെ പോകുന്നു എന്ന് വെച്ചാൽ, ഇപ്പോൾ ഹിറ്റ്ലർ ചെയ്യുന്ന കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം അത് എവിടെ നിൽക്കണം, ആര് നിൽക്കണം എന്നൊക്കെ ഉള്ളത്. ഹിറ്റ്ലറിന്റെ ആ ഒരു കിരാത വാഴ്ചയുടെ അടിസ്ഥാനത്തിൽ അവിടെ കൊല്ലപ്പെട്ടുകൊണ്ടിരുന്ന ആ ജൂയിഷ് ക്യാമ്പുകളിൽ ഉണ്ടായിരുന്ന ആ ജൂതന്മാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അന്ന് ഓപ്പറേഷൻ നടത്തുമ്പോൾ അതിനെതിരെ പോലും എന്തിനാണ് അമേരിക്ക അതിൽ ഇടപെടുന്നത് എന്ന് ചോദിച്ചിട്ട് അമേരിക്കയിൽ ഇതേ അന്തംഗമികൾ അന്നും അവിടെ പ്രക്ഷോഭം നടത്തിയിട്ടുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമുക്കിന്ന് അറിയാം എങ്ങനെയായിരുന്നു ലിബറേഷൻ ഓഫ് ഓഷ്വിറ്റ്സ് എന്ന് പറയുന്ന ആ സംഗതി നടക്കുമ്പോൾ അതിൽ എന്താണ് അമേരിക്കക്ക് പങ്ക് എന്നൊക്കെ ചോദിക്കുന്ന ഒരു അവസ്ഥ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. എന്ന് വെച്ചാൽ അതിന്റെ ആവശ്യമില്ല, അത് അവർ തമ്മിലുള്ള അത് എന്താണ് ജർമ്മനിയുടെ ആന്തരികമായ കാര്യമല്ലേ, എന്തിനാണ് നമ്മൾ അതിൽ തലയിടുന്നത് എന്ന് ചോദിക്കുന്ന ഇതേ അന്തംഗമികളുടെ ബാക്കി പത്രം, അവരുടെ എന്താണ് വാലറ്റം ആണ് ഈ പറയുന്ന സുനിത ദേവദാസിനെ പോലെയുള്ള ആളുകൾ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു എന്താണ് സാധാരണ പറയാറുണ്ട്, പ്രവാചകന്റെ തിരികേശം അവശിഷ്ടം എന്നൊക്കെ പറയുന്ന മാതിരിയുള്ള ഒരു അവസ്ഥ അത് തന്നെയാണ് ഇവിടെയും കാണുന്നത്. ഇത്തരത്തിലുള്ള വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില ആളുകൾ, അല്ലെങ്കിൽ അന്യം നിന്ന് പോകുന്ന ചില സംഗതികൾ, ആശയങ്ങൾ, അതിൻ്റെ ചില വാലറ്റം, അതിൻ്റെ ചില അവശിഷ്ടങ്ങൾ മാത്രമാണ് ഇത്തരത്തിലുള്ള ദേവദാസുമാരെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അത് സമൂഹത്തിലുണ്ടാക്കുന്ന കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലെ കുഴപ്പം ഒറ്റ ഒന്നാണ്. അതായത് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾക്ക് ഇതിന്റെ പ്രശ്നങ്ങൾ തിരിച്ചറിയാൻ സാധിക്കാതെ പോകും. ഈ തരത്തിലുള്ള ഭീകരവാദവും ഇത്തരത്തിലുള്ള ഇസ്ലാമിക നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ അവർക്ക് തിരിച്ചറിയാൻ പറ്റാതെ പോകും. ഇതാണ് ഇവിടെ സംഭവിക്കുക. അപ്പോൾ പറയും എന്തിനാണ് അങ്ങനെ തിരിച്ചറിയേണ്ട ആവശ്യം എന്താണെന്നുള്ളതാണ് അവർ ചോദിക്കുക. അത് ചോദിക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം എന്താണ്? ഇപ്പോൾ ഹിന്ദു രാഷ്ട്രമായാൽ ആകെ പ്രശ്നമാണെന്ന് ഇവർ പറയാം. എന്നാൽ ഈ ലോകത്ത് എവിടെയും ഒരു ഹിന്ദു രാഷ്ട്രം പോയിട്ട് ഒരു ഹിന്ദു പഞ്ചായത്ത് പോലും ഉണ്ടായിട്ടില്ല. പക്ഷെ അവരപ്പോഴും ഈ സാധനത്തിനെ കുറിച്ചാണ് പറയാം. എന്നാൽ ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാവുകയും അതിന്റെ പേരിൽ പ്രശ്നം ഉണ്ടാവുകയും ചെയ്യുമ്പോൾ അതെടുത്ത് പറയുന്ന സമയത്ത് അത് എന്തിനാ പറയുന്നതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇല്ലാത്തൊരു സാധനത്തിനെ പെരുപ്പിച്ച് കാണിച്ചിട്ട് ഉണ്ടാകും എന്ന് പറഞ്ഞ് പേടിപ്പിക്കുകയും ഉള്ള ഒരു സാധനത്തിനെ കുറിച്ച് കാണിച്ചു പറയുമ്പോൾ അതെന്തിനാ പറയുന്നതെന്ന് ചോദിക്കുകയും ചെയ്യുന്ന ആ ഒരു വൈരുദ്ധ്യം, അതാണ് ഇവിടുത്തെ പ്രശ്നമായിട്ട് മാറുക.
അപ്പോൾ ഇത് പറയേണ്ട ബാധ്യതയുണ്ട്. നിങ്ങൾക്ക് ഹിന്ദു രാഷ്ട്രത്തെ കാണിച്ച് പേടിപ്പിക്കാമെങ്കിൽ ഇവിടെ ഇസ്ലാമിക രാഷ്ട്രത്തെക്കുറിച്ചും കാണിച്ചും അതിൻ്റെ പ്രശ്നങ്ങൾ മുന്നിൽ വരുമ്പോൾ അത് പറഞ്ഞുകൊണ്ട് പേടിപ്പിക്കാനുള്ള അവസ്ഥയും അല്ലെങ്കിൽ അതിനുള്ള അവകാശവും സ്വാതന്ത്ര്യവും ഉണ്ട് ഇവിടെ. ഇതാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ അത് നമ്മളിവിടെ പറയണം. കാരണം നമ്മൾ രണ്ടിനെയും തടയണമെന്നാണ് നമ്മൾ പറയുന്നത്. ഹിന്ദു രാഷ്ട്രത്തെ മാത്രം തടഞ്ഞാൽ പോരാ, ഇസ്ലാമിക രാഷ്ട്രവും അതിനെക്കുറിച്ചുള്ള പ്രശ്നങ്ങൾ നമ്മൾ അഡ്രസ്സ് ചെയ്യണം. അത് അഡ്രസ്സ് ചെയ്യുന്ന വേദികളാണിത്, അവസരങ്ങളാണിത്. ആ സമയത്ത് ഇതുപോലെയുള്ള ദേവദാസന്മാർ വന്ന് നിന്ന് കാര്യം ചെയ്യുമ്പോൾ അവർ സത്യത്തിൽ നടത്തുന്നത് ഈ മതരാഷ്ട്രവാദക്കാര്, മൗദൂദികള്, ജമാഅത്ത് ഇസ്ലാമി പോലെയുള്ള ആളുകൾക്ക് കൂട്ടിക്കൊടുക്കുന്ന പരിപാടിയായിട്ടാണ് മാറുന്നത്. അവിടെയാണ് ഈ സുനിത ദേവദാസന്മാരെ പോലെയുള്ള ആളുകൾ അവരുടെ ചട്ടുകങ്ങളായിട്ട് മാറുന്നത്, അവരുടെ അടിമകളായിട്ട് മാറുന്നത് എന്നത് നമ്മൾ വീണ്ടും വീണ്ടും പറയേണ്ടി വരുന്നു. ഓക്കെ, യെസ്, അതാണ് സുനിത ദേവദാസിനെ പോലെയുള്ളവർ ഇത്തരത്തിലുള്ള ആഹ്വാനങ്ങൾ അല്ലെങ്കിൽ ഇത്തരം പ്രചാരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുമ്പോൾ ഒരുപാട് വളർന്നു വരുന്ന കുട്ടികളുണ്ട് സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്നവർ. അതാണ് ശരി എന്നവർ കരുതുന്നു എന്നതാണ് ഖേദകരം. അത്തരത്തിലുള്ള ചില കമന്റുകൾ ഉൾപ്പെടെ സുനിത ദേവദാസിന്റെ പോസ്റ്റിന് താഴെ കാണുകയുമുണ്ടായി. സുനിത ദേവദാസ് മാത്രമല്ല, ഒരാൾ മാത്രമല്ല, ഇത്തരത്തിൽ പല ഇൻഫ്ലുവൻസേഴ്സും അല്ലെങ്കിൽ ഇത്തരത്തിൽ സോഷ്യലി പല വിഷയങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരും ഇത്തരത്തിൽ ഇറാനെ, ഖമനേയെ സപ്പോർട്ട് ചെയ്ത് ഖമനേയി ധീര രക്തസാക്ഷിയാണ് എന്നുള്ള ലേബൽ ഒട്ടിച്ചു വരുന്നു എന്നുള്ളതാണ് വ്യക്തമാണ്. താങ്ക് യു ആരിഫ്. ഒരു കാര്യം കൂടി അതിൽ പറയാം. ഇതില് ഈ ഒരു സാമ്രാജ്യത്വ വിരുദ്ധത പറയുന്നതോടൊപ്പം തന്നെ ഇവർ ചേർത്ത് വെക്കുന്ന ഒരു കാര്യമുണ്ട്. അതിന് തെളിവായിട്ട് അവർ ഉന്നയിക്കുന്നത് അമേരിക്ക പണ്ട് നടത്തിയ ചില കാര്യങ്ങൾ, CIA-യുടെ ചില ഓപ്പറേഷൻ അജാക്സ് പോലുള്ള സംഗതികളാണ് അവർ അതിനകത്ത് എടുത്തത്. ഞാനത് നമ്മളുടെ വിശദീകരണം മറുപടി കൊടുത്ത വീഡിയോയിൽ അത് പറയുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നത് എന്താണ്, പണ്ട് അമേരിക്ക ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ അമേരിക്ക ചെയ്യുന്നതും ഇങ്ങനെ തന്നെയാണെന്നാണ് ഇവർ പറയാം. അവിടെയാണ് ഇതിന്റെ ഒരു കള്ളത്തരം ഒളിഞ്ഞിരിക്കുന്നത്. കാരണം അങ്ങനെ പറയുന്നു, പണ്ട് അങ്ങനെ ചെയ്തത് കൊണ്ട് ഇന്ന് അവർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇന്ന് അവർ എവിടെ ഉണ്ടെങ്കിലും അത് അങ്ങനെയേ കാണാൻ പാടുള്ളൂ എന്നാണല്ലോ പറഞ്ഞു വെക്കുന്നത്. അവരുടെ ചരിത്രം അതാണെന്നാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ അവരുടെ മുൻ ചരിത്രം അങ്ങനെ ആയതുകൊണ്ട് അവരിനി എന്നും അങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു നിലപാടിൽ അവർക്ക് നിൽക്കാൻ സാധിക്കുന്നു. അത് ശരിയാണെന്ന് അവർ വാദിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പഹൽഗാം അറ്റാക്ക് നടക്കുന്നു. ആ അറ്റാക്ക് നടക്കുന്നത് പാകിസ്ഥാന്റെ സഹായത്തോടു കൂടിയാണെന്ന് പറയുന്നു. അതിൽ മുസ്ലിങ്ങളാണ് അതിനകത്ത് ഏർപ്പെട്ടിരിക്കുന്നത് നമ്മൾ പറയുന്നു. കാശ്മീരി പണ്ഡിറ്റുകൾക്ക് നേരെ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ പറയുന്നു. അതല്ലെങ്കിൽ മാപ്പിള ലഹളയെക്കുറിച്ച് നമ്മൾ പറയുന്നു. അവിടെയൊക്കെ നമ്മൾ കോമൺ എലമെന്റ് എന്താണ്, അവിടെ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ, അതിൽപ്പെട്ടിട്ടുള്ള ആളുകളാണ് ഇത് ചെയ്തത്, അതല്ലെങ്കിൽ ഇതുപോലെ പാകിസ്ഥാന്റെ ആളുകളാണ് ഇത് ചെയ്തത് എന്ന് വരുമ്പോൾ എപ്പോൾ മുസ്ലിങ്ങൾ ഇടപെടുന്ന ഒരു വിഷയം വന്നാലും, എപ്പോൾ അവിടെ പാകിസ്ഥാൻ ഇടപെടുന്ന ഒരു വിഷയം വന്നാലും ഇവിടുത്തെ ഹിന്ദുത്വവാദികൾ, തീവ്രവാദികളായിട്ടുള്ള ആളുകൾക്ക് അവർ പറയുന്ന ഒരു വാദമുണ്ട്, ഇവരെ വിശ്വസിക്കാൻ കൊള്ളില്ല, ഇവർ പണ്ട് ഇങ്ങനെയായിരുന്നു എന്ന് പറയുമ്പോൾ ഇതേ ഒരു ലോജിക്ക് സുനിത ദേവദാസ് പറഞ്ഞ അതേ ലോജിക്ക് വെച്ച് നോക്കുമ്പോൾ അതും സമ്മതിച്ചു കൊടുക്കണ്ടേ? അപ്പൊ അവരെന്താ പറയാ, അത് പറ്റില്ല, അങ്ങനെ കളക്റ്റീവ് പണിഷ്മെന്റ് പാടില്ല, പണ്ട് അങ്ങനെ ഉണ്ടായി എന്ന് വിചാരിച്ച് അങ്ങനെ ഉണ്ടാവാൻ, ഇന്ന് അങ്ങനെ ഉണ്ടാവണമെന്ന് ഒരു നിർബന്ധവും ഇല്ലല്ലോ എന്നാണ് അവർ പറയാ. അപ്പോൾ അമേരിക്കയുടെ കാര്യം പറയുമ്പോൾ അവർക്കത് വേണം. പക്ഷേ ഇപ്പുറത്ത് ഈ മാപ്പിള ലഹളയോ കശ്മീർ പണ്ഡിറ്റുകളുടെ അവസ്ഥയോ വരുമ്പോൾ ആ ചരിത്രം ഉപയോഗിക്കാൻ പാടില്ല എന്നതാണ് പറയുന്നത്. അത് പള്ളി പറഞ്ഞാൽ മതി എന്ന് നമ്മൾ പറയുള്ളൂ. നിങ്ങൾ പറയുന്ന ഈ തരം സംഗതികളുടെ കമ്പാരിസൺസ് അത് നിങ്ങൾക്ക് തന്നെ വിനയായിട്ട് മാറുകയാണ്. ഇതാണ് ഇവരുടെ ഈ ഫെയിൽഡ് ലോജിക്കിന്റെ പ്രശ്നം. ഇതാണ് അതാണ് ഞാൻ പറഞ്ഞത്. ഈ എന്താ ചില കയ്യടികൾക്ക് വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ പറയുന്നതാണ് അവർ നമ്മളെ ആരോപിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും എളുപ്പം ഇസ്ലാമിനെ പുകഴ്ത്തി പറയാന്നുള്ളതാണ്. ഇഷ്ടംപോലെ, പ്രത്യേകിച്ച് ഇനിയിപ്പോൾ എക്സ് മുസ്ലിമായ ഞാൻ തിരിച്ച് മുസ്ലിമായി എന്ന് തന്നെ വിചാരിക്കുക. ഇവിടെ അയ്യൂബ് മൗലവി ഇസ്ലാമിലേക്ക് പോയി എന്ന് പറഞ്ഞു. ഇപ്പോൾ അയ്യൂബ് മൗലവി താഴെ ഇറങ്ങാറില്ല, തലയിൽ പൊക്കി വെച്ചുകൊണ്ട് എടുക്കുക എന്ന് പറഞ്ഞ മാതിരി ഞാനൊന്ന് ഇസ്ലാമിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ കയ്യടി കിട്ടാൻ വേണ്ടിയിട്ടാണ് പറയുന്നുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും എളുപ്പം അതല്ലേ. എനിക്ക് പണം ഉണ്ടാക്കാം, പ്രശസ്തി ഇതിൽ കൂടുതൽ ഉണ്ടാക്കാം, തെറിവിളി ഇത്രയും പോയിട്ട് ഇതിന്റെ ഒരു 10-1 തെറിവ് പോലെ എനിക്ക് കേൾക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ കയ്യടിക്ക് വേണ്ടിയിട്ടും പണത്തിന് വേണ്ടിയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇന്ന് ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റുന്ന കാര്യം തിരിച്ച് ഇസ്ലാമിലേക്ക് പോയിട്ട് ഇസ്ലാമിനെ പൊക്കിയടിക്കുക എന്നുള്ളതാണ്. അതല്ലല്ലോ നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഇതേ കയ്യടി ഇതേ അളവിൽ കിട്ടുന്നത് ഇപ്പൊ സത്യത്തിൽ സുനിത ദേവദാസിനെ പോലെയുള്ള ആളുകൾക്കാവുമ്പോൾ അപ്പോൾ അവർ നമ്മളെ ആരോപിക്കുന്ന കാര്യം ചെയ്യുന്നത് സത്യത്തിൽ അവർ തന്നെയല്ലേ. അതുകൊണ്ടല്ലേ അവർക്ക് ഇത്തരത്തിലുള്ള പൊട്ടിപ്പൊളിഞ്ഞ ലോജിക്ക് വെക്കേണ്ടി വരുന്നത്. ഇനി അതേപോലെ മറ്റൊരു കാര്യം, ഇതേപോലെ വാദം അവർ വെച്ചിട്ട് ആളുകളെ കണ്ണിൽ പൊടിയിരുന്ന ഒരു സാധനമാണ് അമേരിക്ക ഇടപെട്ട സ്ഥലങ്ങളൊക്കെ ആകെ പ്രശ്നമാണ്. അതിന് ഉദാഹരണമുണ്ട്. അത് അഫ്ഗാനിസ്ഥാനുണ്ട്, അത് സിറിയ ഉണ്ട്, അത് ലിബിയ ഉണ്ട് എന്നൊക്കെയാണ് പറയാം. ഒറ്റനോട്ടത്തിൽ കാണുമ്പോൾ ശരിയാണല്ലോ, അഫ്ഗാനിസ്ഥാൻ ആകെ പൊളിഞ്ഞു, ലിബിയ ആകെ പൊളിഞ്ഞു, ശരിയാണല്ലോ എന്ന് ആർക്കും തോന്നാം. നമുക്ക് തെറ്റു പറയാൻ കഴിയില്ല. പക്ഷെ അവിടെ പ്രശ്നമുണ്ട്. എന്തുകൊണ്ട് പൊളിഞ്ഞു എന്ന് ഇവർ പറയില്ല ഒരിക്കലും. അതേപോലെ അമേരിക്ക അല്ലെങ്കിൽ വെസ്റ്റ് ഇടപെട്ട എല്ലാ സ്ഥലങ്ങളും ഒരേപോലെ പൊളിഞ്ഞോ എന്നും അവർ ചോദിപ്പിക്കില്ല. ഇത് രണ്ടും നമ്മൾ ചോദിക്കണം. അമേരിക്ക വെസ്റ്റ് ഇടപെട്ടിട്ട് രക്ഷപ്പെട്ട രാജ്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ രാജ്യം ഇസ്രായേലാണ്, രണ്ടാമത്തെ രാജ്യം സൗത്ത് കൊറിയയാണ്, മൂന്നാമത്തെ രാജ്യം ജർമ്മനിയുടെ ഒരു ഭാഗം, വെസ്റ്റ് ജർമ്മനി എന്ന് പറയുന്ന ഭാഗമാണ്. ഇന്ന് ഇതേപോലെ സപ്പോർട്ട് കൊണ്ട് ജീവൻ വെച്ച് നിലനിൽക്കുന്ന രാജ്യങ്ങളുണ്ട്. തായ്വാൻ ഒരു പ്രധാനപ്പെട്ട രാജ്യമാണ്.
ഇങ്ങനെ പല രാജ്യങ്ങളില്ലേ. അപ്പോൾ ഇടപെടുന്ന സ്ഥലങ്ങളിൽ എല്ലാം തോറ്റിട്ടില്ല. അവർക്ക് ജയിക്കാൻ ചില കാരണങ്ങളുണ്ട്. ആ കാരണം എന്തുകൊണ്ട് അഫ്ഗാനിസ്ഥാൻ ഫെയിലായി എന്ന് ചോദിക്കുമ്പോൾ 2 കാരണങ്ങളാണ് അതിൽ നമുക്ക് എടുത്ത് പറയാൻ കഴിയുക. ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ഒരു കോമൺ ഫാക്ടർ അതാണ്. അതായത് ഒന്ന്, അവിടുത്തെ ജനങ്ങൾ ഇതുപോലെ ഒരു മാറ്റം ഉൾക്കൊള്ളാനോ അത് പ്രതീക്ഷിക്കാനോ തരത്തിലുള്ള ഒരു പക്വതയോ അതിനുള്ളൊരു വളർച്ചയോ അതല്ലെങ്കിൽ അത്തരം ഒരു സാഹചര്യമോ ഇല്ലാത്ത ആളുകളാണ് ഈ പറയുന്ന അഫ്ഗാനിസ്ഥാനിലും എല്ലാം ഉണ്ടായിരുന്നത്. കാരണം അവർ പരസ്പരം ഗോത്രങ്ങളായി തിരിഞ്ഞ് നിന്നുകൊണ്ട് അടികൂടിയിരുന്ന ആളുകളാണ്. അതുകൊണ്ടാണ് അവർക്ക് രക്ഷപ്പെടാൻ പറ്റാതെ പോയ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത്. എന്നാൽ ഇസ്രായേൽ അതല്ല. അവർക്കൊരു ജൂയിഷ് ഒരു കമ്മ്യൂണിറ്റി എന്നുള്ള നിലയ്ക്ക് അവർക്ക് രക്ഷപ്പെടാൻ എന്നുള്ളൊരു ത്വരയും അതിനുവേണ്ടി ഒരു യൂണിറ്റിയും മറ്റ് എല്ലാ സംഗതികളും മാറ്റിവെച്ചുകൊണ്ട് അവർ അതിനുവേണ്ടി നിന്നിരുന്നു. ഏതുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർത്തഡോക്സ് ജ്യൂസ്, അതായത് അൾട്രാ ഓർത്തഡോക്സ് ജ്യൂസ് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. വളരെ തീവ്രമായ ജൂത വിശ്വാസം കൊണ്ട് നടക്കുന്ന ആളുകളാണ്. അതേപോലെ മറ്റ് സെക്യുലർ ആയിട്ടുള്ള നിൽക്കുന്ന ജൂതന്മാരുണ്ട്. ഈ ഒരു വിഷയം വരുന്ന സമയത്ത് ജൂതരാഷ്ട്രം ഉണ്ടാകണം എന്ന് പറയുന്ന ഒരു അവസ്ഥ വരുമ്പോൾ സെക്യുലർ ആയിട്ടുള്ള ജ്യൂസ് ആണ് അതിന് വേണ്ടി നിന്നത്. ഈ അൾട്രാ ഓർത്തഡോക്സ് ജൂ എന്നൊക്കെ പറയുന്ന ആളുകൾ ഇതിനെതിരായിരുന്നു. അവർക്ക് അങ്ങനെ ഒരു ജൂതരാഷ്ട്രം വരണം, അതിന് മറ്റേ ആൾ വരണം, സമയമായിട്ടില്ല എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അവരെ കൺവിൻസ് ചെയ്തുകൊണ്ട് അവർ ഈ ഒരു ജൂതരാഷ്ട്രത്തിന് ആവശ്യകത മനസ്സിലാക്കി ആ ഒരു സമയത്ത് അവർ ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് വരുന്നു. ഒരു ഉദാഹരണം പറയാണ്. അതേപോലെ എഡ്യൂക്കേഷൻ, രണ്ടാമത്തെ കാരണം അതാണ്. എഡ്യൂക്കേഷൻ അവർ വളരെ വലിയ പ്രാധാന്യം കൊടുക്കുന്നു ഇത്തരം സാഹചര്യങ്ങളിൽ. അതുകൊണ്ടും കൂടിയാണ് അവർ രക്ഷപ്പെട്ടത്. ഈ 2 സാധനം നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന സൗത്ത് കൊറിയയിൽ ഇതേ സംഗതി തന്നെയാണ് അവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ജപ്പാനിൽ ഇതാണ് നമ്മൾ കാണുന്നത്. ജപ്പാനും ഇതേപോലെ അമേരിക്കയുടെ ഇടപെടൽ കൊണ്ട് തന്നെ രക്ഷപ്പെട്ടുള്ള ഒരു രാജ്യമാണ്. വെസ്റ്റ് ജർമ്മനിയിൽ ഇത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. തായ്വാനിൽ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. എവിടെ നോക്കിക്കഴിഞ്ഞാലും അവരുടെ ആ കോമൺ എലമെന്റ് എന്ന് പറയുന്നത് ഇതാണ്. അവരുടെ ഒരു ജനങ്ങൾ എന്നുള്ള രീതിയിലുള്ള ഒരു യൂണിറ്റിയും മാറണം എന്നുള്ളൊരു ത്വരയും. ഈ 2 സാധനവും വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള സംഗതികൾ അതേപോലെ നിലനിൽക്കുന്ന സ്ഥലമാണ് ഇറാൻ. അതുകൊണ്ട് അവർ രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. രക്ഷപ്പെടുകയും ചെയ്യും തന്നെയാണ് ഞാൻ പറയാം. കാരണം ഇന്ന് അവിടുന്ന് ഉണ്ടാകുന്ന ഓരോ കള്ളവാർത്തകളും പൊളിക്കുന്നത് പുറത്തുനിന്നല്ല, ഇറാനിയൻസ് തന്നെയാണ്. അങ്ങനെ കള്ളവാർത്തകൾ പൊളിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ജനത ഗാസയിൽ ഇല്ലാതെ പോയതുകൊണ്ടാണ് പല കള്ളവാർത്തകളും കള്ളവാർത്തകളായിട്ട് ഇന്ന് നിലനിൽക്കുന്നത്. ഈ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അവിടെ 50ഓളം കുട്ടികൾ കൊല്ലപ്പെട്ടു, 100 കുട്ടികൾ കൊല്ലപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ചില വാർത്തകൾ കണ്ടു. എങ്ങനെയാണ് ആ കുട്ടികൾ കൊല്ലപ്പെട്ടതെന്ന് ഇറാനിയൻസ് തന്നെ വരികയാണ് പുറത്തേക്ക് വാർത്തയായിട്ട്. എന്താണ് അവർ പറയുന്നത്? അത് IRGCയുടെ കോമ്പൗണ്ടാണ്. അവിടെ അവരുടെ തന്നെ ഫെയിൽഡ് ആയിട്ടുള്ള റോക്കറ്റ് അറ്റാക്കിലാണ് ആ സ്കൂളിൽ അക്രമം സംഭവിക്കുന്നതും ആ കുട്ടികൾ മരിക്കുന്നതും. എന്നാൽ പുറത്ത് വന്ന വാർത്ത എന്താണ്? അമേരിക്ക ബോംബിട്ട് ഇസ്രായേൽ ബോംബിട്ട് കൊന്നു എന്നായിരുന്നു. അപ്പോൾ ഇത് എങ്ങനെയാണ് വെളിച്ചത്ത് വന്നത്? ഇറാനിയൻസ് വിചാരിച്ചപ്പോഴാണ്. എന്നാൽ ഇത് ഗാസയിലായിരുന്നു എന്ന് വിചാരിക്കുക. ഇത് വെളിച്ചത്ത് വരുമോ? ഇല്ല. കാരണം എന്താണ്? അവർക്കും വേണ്ടത് ഇതേപോലെയുള്ള ഇസ്രായേൽ കൊന്നു, അമേരിക്ക കൊന്നു എന്നുള്ള ആ വാദമാണ് അവർക്കും ആവശ്യം. ഈ എരവാദത്തിൽ ഊന്നിക്കൊണ്ടാണ് ഇവരുടെ ഓരോ നീക്കങ്ങളും മുന്നോട്ട് പോകുന്നത്. ഇതാണ് ഇതിന്റെ വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഇതിനോടൊപ്പം ഒന്ന് പറയാന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട വശം. എല്ലാ സ്ഥലങ്ങളും ഇതേപോലെ ഒരേപോലെ നശിക്കുകയല്ല ചെയ്തില്ല, രക്ഷപ്പെടേണ്ട സ്ഥലങ്ങളിൽ രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും കൂടി നമ്മൾ പറയണം. അത് പറയാതിരിക്കുകയും ഇതിന്റെ മറ്റു വശങ്ങളെക്കുറിച്ച് അന്വേഷിക്കാതിരിക്കുകയും ചെയ്യുന്ന തലത്തിലേക്ക് അവരുടെ തലച്ചോറ് ഇതേപോലെ ചില മതജീവികൾ തിന്നുപോയി കഴിയുമ്പോൾ ആരായാലും സുനിത ദേവദാസിനെ പോലെ ആകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് സ്റ്റേ അവേ ഫ്രം സച്ച് പീപ്പിൾ എന്നാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു. യെസ്, വ്യക്തമാണ്. താങ്ക് യു സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.